ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു കഥാപാത്ര നിരൂപണമാണ്. നമ്മൾ നേരത്തെ കുട്ടിക്കൃഷ്ണന്മാരാരുടെ യുദ്ധത്തിന്റെ വർണ്ണം എന്ന് പറഞ്ഞ പാഠഭാഗത്തു നിന്നും രണ്ട് കഥാപാത്രങ്ങൾ നമ്മൾ നോക്കിയായിരുന്നു. നമ്മുടെ ദുര്യോധനനും അതുപോലെ തന്നെ അശ്വത്ഥാത്മാവും, ഇവരുടെ രണ്ടിനെയും കഥാപാത്ര നിരൂപണം നമ്മൾ നേരത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് മറ്റൊരു കഥാപാത്രത്തിന്റെ നിരൂപണം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു കഥാപാത്രമാണ് മറ്റാരുമല്ല, നമ്മുടെ പാവങ്ങൾ എന്ന് പറയുന്ന വിക്ടർ ഹ്യൂഗോയുടെ നോവലിലെ പ്രധാന കഥാപാത്രമായിട്ട് പറയുന്ന മോൺസിനിയർ അഥവാ മെത്രാന്റെ കഥാപാത്ര നിരൂപണമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പോലെ പോയിന്റ്സ് മാത്രമായിരിക്കും, നിങ്ങളത് വിശദീകരിച്ച് എഴുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കഥാപാത്ര നിരൂപണത്തിന് 6 മാർക്ക് ഷുവറായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അധികം പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നോക്കുക, മോൺസിനിയർ പാപികളെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു മോൺസിനിയർ എന്ന് പറഞ്ഞു. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, പാപികളെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു മോൺസിനിയർ എന്ന് പറയുന്നത്. പാപികളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മോൺസിനിയർ എന്ന് പറയുന്നത്. കുറ്റവാളികൾക്ക് സ്നേഹത്തിന്റെ പാത കാണിക്കുന്ന വ്യക്തിയായിരുന്നു. കുറ്റവാളികളെ തഴയാതെ സ്നേഹത്തിന്റെ പാത, കുറ്റവാളികൾക്ക് ശിക്ഷ, ജയിൽ ശിക്ഷ കൊടുക്കുന്നതില് നിരാശ പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മോൺസിനിയർ എന്ന് പറയുന്നത്. ആ കുറ്റവാളികൾക്ക് സ്നേഹത്തിന്റെ പാത കാണിച്ചു കൊടുക്കണം. ആ ഒരു സ്നേഹത്തിന്റെ പാത കാണിച്ചു കൊടുക്കുന്നതിലൂടെ പാപികളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ മോൺസിനിയറിൽ കാണാം. ഓക്കെ, പിന്നെ പറഞ്ഞാൽ തുറന്ന മനസ്സിനുടമയായിരുന്നു. തുറന്ന മനസ്സിന് ഉടമയായിരുന്നു മോൺസിനിയർ. പൂട്ടാത്ത വാതിൽ പൂട്ടാത്ത മനസ്സിന്റെ പ്രതീകമാണ് എന്ന ഒരു സെന്റൻസ് നമ്മുടെ പാഠഭാഗത്തുണ്ട്. ഈ ആ ഒരു വരിയും കൂടെ ഒന്ന് വിശദീകരിച്ച് അവിടെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 3 മാർക്ക് അവിടെ നിന്ന് കിട്ടി. ഓക്കെ, പിന്നെ സമ്പത്ത് പാവങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് മോൺസിനിയർ. അതും ആ ഒരു സന്ദർഭവും അത് എന്താണ് പറയാനുള്ള കാരണം, ഴാങ് വാൽജാങ്ങിന്റെ ആ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ഒരു സെന്റൻസ് എഴുതാവുള്ളൂ കേട്ടോ. ആ പറയാനുള്ള സന്ദർഭവും എന്തുകൊണ്ട് പറഞ്ഞു എന്നും ആ ഒരു രീതിയൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഉത്തരം എഴുതുമ്പം എഴുതാവുന്നതാണ്. പിന്നെ മാനവികതയുടെ മഹനീയ രൂപമായിരുന്നു മോൺസിനിയർ എന്ന് പറയുന്നത്. മാനവികതയുടെ മഹനീയ രൂപമായിരുന്നു മോൺസിനിയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പം മോൺസിനിയർ എന്ന് പറയുന്ന കഥാപാത്ര നിരൂപണം എഴുതാൻ പറയുമ്പോൾ മോൺസിനിയർ മാനവികതയുടെ മഹനീയ രൂപം എന്ന ഇതിൽ കഥാപാത്ര നിരൂപണം എഴുതാനാണ് പറയുന്നത്. മാനവികതയുടെ മഹനീയ രൂപം നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ കാണുമായിരിക്കും. ഓക്കെ, പിന്നെ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരു 2-3 സെന്റൻസ് കാണും. ഓക്കെ, അപ്പൊ അതൊക്കെ അങ്ങോട്ട് തിരിച്ചും മറിച്ച് എഴുതുമ്പോൾ ഒരു 1-2 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്, ഒന്നും അറിയത്തില്ലെങ്കിൽ. അപ്പം ഇതൊക്കെ ചെറിയ ഉടായ്പെട്ടിട്ടാണ്, നിങ്ങളൊക്കെ നോക്കി വെക്കുക. ഓക്കെ, അടുത്ത് നോക്കുക, ഴാങ്ങിന് പൂർവ്വചരിത്രം നോക്കാതെ അഭയം നൽകി. ഴാങ് വാൽജാങ് നമുക്കറിയാം ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്ന ഒരു വ്യക്തിയായിരുന്നു ഴാങ് വാൽജാങ്. ഒരു കള്ളന്റെ പെരുമാറ്റമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഴാങ് വാൽജാങ്. എന്നാലും അദ്ദേഹത്തിന് ചരിത്രമൊന്നും നോക്കാതെ പൂർണ്ണ മനസ്സോടെ നമ്മുടെ മോൺസിനിയർ അയാൾക്ക് അഭയം നൽകി. ഇതില് അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയൊക്കെ കുറെ തട്ടി വരിക നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ, ആൻസർ എഴുതുമ്പോൾ. ഓക്കെ, അടുത്ത നോക്കുക, സുഹൃത്തിനെ പോലെയായിരുന്നു പെരുമാറുക. നമ്മുടെ ഴാങ് വാൽജാങ്ങിനോട് ഴാങ് വാൽജാങ് സ്വന്തം സുഹൃത്താന്ന് കരുതി ഒരു സുഹൃത്തിനെ പോലെയാണ് മോൺസിനിയർ ഴാങ് വാൽജാങ്ങിനോട് പെരുമാറിയത്. അങ്ങനെ സുഹൃത്തിനെ പോലെ പെരുമാറിയ ഒരു വ്യക്തിയായിരുന്നു ഴാങ് വാൽജാങ്. ഓക്കെ, അടുത്ത് നോക്കുക, ഴാങ്ങിനെ സ്നേഹത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നു. ആ ഒരു സന്ദർഭമൊക്കെ ഒന്ന് എഴുതി കൊടുക്കുക. ഴാങ്ങിനെ സ്നേഹത്തിന്റെ പാതയിലേക്ക് നയിക്കാനിടയായ കാരണമൊക്കെ നമുക്കറിയാം. മറ്റേ വെള്ളി സാമാനങ്ങളെല്ലാം മോഷ്ടിക്കാൻ പോയി, അങ്ങനെ പോയിട്ട് പോലീസ് പിടിക്കുന്നു. പോലീസ് പിടിച്ച് തിരിച്ചു വരുമ്പോൾ താൻ എന്താണ് മെഴുകുതിരിക്കാലൂടെ കൊണ്ടുപോയി എന്ന് ചോദിക്കുന്നു. അങ്ങനെ മെഴുകുതിരിക്കാല് കൊടുക്കുന്നു. പിന്നെ അങ്ങനെ ഴാങ്ങിന്റെ കണ്ണു തുറക്കുന്നു. അങ്ങനെ എല്ലാം എഴുതി വെക്കുക മോൺസിനിയറിന്റെ കഥാപാത്ര നിരൂപണത്തിൽ. അങ്ങനെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് അവർ 6 മാർക്ക് ഷുവർ ആയിട്ടും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ആദ്യം അത് ഏത് പാഠഭാഗത്തിൽ നിന്നാണ്, ആ പാഠം എഴുതിയത് ആരാണ്, അതെല്ലാം കൃത്യമായിട്ട് എഴുതണം. അത് എഴുതിയില്ലെങ്കിൽ ചിലപ്പോൾ 1 മാർക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇപ്പം മോൺസിനിയർ അത് ഏത് പാഠഭാഗത്തിൽ നിന്നാണ്, പാവങ്ങൾ അത് എഴുതിയത് വിക്ടർ ഹ്യൂഗോ എന്ന ഫ്രഞ്ച് സാഹിത്യകാരനാണ് നമ്മുടെ പാവങ്ങൾ എഴുതിയത്. ഓക്കെ, അപ്പൊ അതെല്ലാം ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ നമ്മുടെ മോൺസിനിയറുടെ കഥാപാത്രം നിരൂപണം മോൺസിനിയർ വരുവാണെങ്കിൽ നമുക്ക് 6 മാർക്ക് ഷുവർ ആയിട്ട് നേടാം. ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക, ഈ പോയിന്റ്സ് വിശദീകരിച്ച് എഴുതുക. അങ്ങനെയാണെങ്കിൽ 6 മാർക്ക് ഷുവർ ആയിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.